കഴിഞ്ഞ 13 ദിവസത്തെ തിരച്ചിലിനിടയിൽ പല സാങ്കേതിക വിദ്യയും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അതൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത്തരം സംവിധാനങ്ങളൊന്നും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകൂടം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം കാര്യക്ഷമമായി മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം, കാര്യക്ഷമമായ ഒരു തിരച്ചിൽ നടന്നത് മിനിഞ്ഞാന്നാണ്. കാരണം അന്ന് മൽപ്പയുടെ നേതൃത്വ സംഘം വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് ചില തെരച്ചിലുകൾ നടത്തി. ഇന്നലെയൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനം മാത്രമാണ് നടന്നത്. ഒരു നാടകമെന്ന വണ്ണം ഇന്നലെ 3 മണിയോടുകൂടി അവസാനിപ്പിക്കുന്നു. തുടരുമെന്ന് സാങ്കേതികമായിട്ട് അവർ പറയുന്നു. എന്നാൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം പൂർണ്ണമായി അവസാനിപ്പിച്ച് കർണാടകം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഈ പ്രവർത്തനം അവസാനിപ്പിച്ച് പോയിരിക്കുന്നു എന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നും കേരളം അഭ്യർത്ഥന തുടരുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് നിർത്തരുത്, തുടർന്ന് പോകണം എന്നുള്ളത് തന്നെയാണ്. സാങ്കേതിക വിദഗ്ധർ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതും ഏത് തരത്തിലാണ് ഇവർ ചെയ്യാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ പൂർണ്ണമായും ഈ രക്ഷാദൗത്യം കർണാടക ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധർ ഇങ്ങോട്ട് ഡ്രഡ്ജർ പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ നമുക്കിപ്പോൾ? അതെ, അതിന് ടെക്നീഷ്യൻസ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം അതിൻ്റെ ഫീസിബിലിറ്റിയും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് വേണ്ട രീതിയിൽ തുടർ നടപടികളിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തീർത്തും നമ്മുടെ ഒരു ആശങ്ക സ്ഥിരീകരിക്കത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇന്ന് എത്തിയത്. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, 3 പേരുടെ വേണ്ടിയിട്ടുള്ള തെരച്ചിലല്ലേ നടക്കുന്നത്. ലോകേഷുണ്ട്, ജഗന്നാഥനുണ്ട്, കേരളത്തിൻ്റെ അർജുനുണ്ട്. അപ്പോൾ പൊടുന്നനെ സർക്കാർ ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതൊരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല. ഇന്നലെ ഇവിടെ വിജിൻ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് കേരളത്തിൻ്റെ ഒറ്റ നിലപാടേ ഉള്ളൂ, തെരച്ചിൽ ഊർജിതപ്പെടുത്തി പിന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. അർജുൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, അതോടൊപ്പം ജഗന്നാഥിൻ്റെ കുടുംബമുണ്ട്. നമ്മളേറെ പ്രയാസപ്പെടുന്ന ഒരമ്മയും 3 പെൺമക്കളും അവരും ഈ സ്ഥലത്ത് തൻ്റെ അച്ഛന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. അതായത് അത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കർണാടക സ്വദേശികളുണ്ട്, കേരള സ്വദേശി, അതായത് എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കണം. ഇന്നലെ ആ പെൺമക്കൾ പറഞ്ഞത് അച്ഛൻ്റെ ഒരു ഷർട്ടെങ്കിലും ഇവിടെയുണ്ട്, ഒരു ഷർട്ടുമെങ്കിലും നമുക്ക് ലഭിക്കുന്ന വിധത്തിലൊരു സഹായം ഉണ്ടാക്കണം എന്ന് ഇവിടുത്തെ സർക്കാരിനോടാണ് ഇവിടെയുള്ളവർ അഭ്യർത്ഥിച്ചത്. പക്ഷേ അതുപോലും കേൾക്കാത്ത നിലയിലുള്ളൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പൂർണ്ണമായും ഈ അന്വേഷണം അവസാനിപ്പിക്കുക എന്നതിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴിവിടെ ഉള്ളത് കേരളത്തിൽ നിന്നുള്ള 2 MLA-മാരും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ അർജുൻ്റെ കുടുംബവും മാത്രമാണ്. മറ്റെല്ലാവരും ഇന്നലെ തന്നെ ഈ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള ദൗത്യ സംഘാംഗങ്ങളെല്ലാം തന്നെ ദൗത്യം മതിയാക്കി മടങ്ങിക്കഴിഞ്ഞു. ചുരുക്കം ചില പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ആണ് ഇവിടെ. അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ ഏജൻസിയുടെ കുറച്ച് 1-2 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്.